ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ കുറേ ദിവസത്തിന് ശേഷം എന്താ പറയുക, പഴയ പോലെ തന്നെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ കുറേ അധികം എന്താ പറയുക മാറ്റങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കൊനാമി വന്നിട്ടുണ്ട്. കുറേ പ്ലെയറുകൾ മേടിച്ചു. അപ്പോൾ എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് ആരെ കിട്ടിയ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്താ പറയുക, എനിക്ക് അങ്ങനെ പുതിയതായിട്ടൊരു പ്ലെയേഴ്സിന് ഞാൻ ഗൈസ് കുറേ എന്താ പറയുക കുറേ ഒന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കെന്തായാലും നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് ഗൈസ്. അപ്പോൾ എന്താ പറയുക നോക്കുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക നമ്മുടെ പാക്ക് എടുത്തായിരുന്നു. അത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഗ്രീസ്മാനെ. പിന്നെയെന്ന് വെച്ചാൽ കുറേ മാറ്റങ്ങൾ വരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ടീമൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെന്താ പറയുക അതുപോലെ വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മുടെ ഓപ്പോണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ ഓപ്പോണ്ട് ആരാന്ന്. എന്തായാലും അത്യാവശ്യം നല്ലൊരു സ്കോഡാണെന്ന് തോന്നുന്നു. 4-2-1-3 ആണ് ഗൈസ് ഇട്ടിരിക്കുന്നത്. ഹാളൻഡ്, നെയ്മർ, ഡിബ്രൂണി, റോഡ്രിഗോ ഉള്ള അത്യാവശ്യം നല്ലൊരു സ്കോഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ കിടലൊരു സ്കോഡാണ്. അപ്പോൾ നമ്മുടെ റോഡ്രിഗറിനെ മാത്രം നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ഇട്ടത് ഗൈസ് മാച്ചിന് കിടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും മാച്ചിലേക്ക് കിടന്നിട്ടുണ്ട്. ഓപ്പോണ്ട് സെറ്റാണ്. എന്തായാലും വരട്ടെ ഗൈസ്. അപ്പം എന്തായാലും കുറേ കൊനാമി പുതിയ സെപ്റ്റംബർ ഒരു പകുതി ആകുമ്പോഴത്തേനും ഓണൊക്കെ ആവുന്നതിന് മുമ്പ് ഗൈസ് ഉറപ്പായിട്ട് നമുക്ക് പുതിയ അപ്ഡേഷനൊക്കെ ആയിട്ട് കിടലിനൊരു ഇതായിട്ട് വരും. സ്റ്റോക്കോവിച്ച് ആണ് ഗൈസ്, ഗൈസ്. എന്തായാലും പുതിയൊരു മാനേജറാണ്. കൂടുതലും സാബി ടീംസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു മാനേജറുമായിട്ട് നമ്മളൊരു ഏറ്റുമുട്ടലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഫസ്റ്റ് ടച്ച് അവരുടെയാണ്. ഹാളൻഡ് ടു ഡിബ്രൂണി ടു നല്ലൊരു ചാൻസാണ്. പെഡ്രോ നെറ്റോ അതാരാ, ഗുണ്ടേഗൻ ടു ജെറാഡ്, നല്ലൊരു ചാൻസ് ആവട്ടെ. മെസ്സി ടു പാസ് കിട്ടിയില്ല ഗൈസ്. സക്ക, വിൽസേപ്പർ, ഓക്കെ. ഹാളൻഡ് എടാ പണി, ഓക്കെ. റോഡ്രിഗർ ഓക്കെ കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ടു അടിച്ചു വിട്ടാൽ മതിയായിരുന്നു. ഡിബ്രൂണി, മെസ്സി എടുത്തിട്ടുണ്ട് ഗൈസ്. എടാ പോയില്ല. ഡിബ്രൂണി ടു നെറ്റോ, വിൽസേപ്പർ ഗൈസ് കിട്ടിയിട്ടുണ്ട്. മാർഗിനസ് ത്രൂ പാസ്, വാൽവർഡെ, മറഡോണ, ഓക്കെ ഗൈസ്. നല്ലൊരു ചാൻസ് ആവട്ടെ. മറഡോണ ബാക്ക്, വൈറ്റ്, ഓക്കെ. ഒരു കിടിലൻ പാസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. മറഡോണ എടാ മെസ്സിയിലേക്ക് കുറച്ചുകൂടി നന്നായിട്ട് തന്നെ അടിക്കായിരുന്നു ഗൈസ്. കിട്ടിയിട്ടുണ്ട്. മറഡോണ ടു ത്രൂ പാസ്. ഈ റോഡ്രിഗോ വന്നിട്ട് പണി നോക്കിയല്ലോ ഗൈസ്. അവിടുത്തെ നല്ല ചാൻസ് നമുക്ക് നഷ്ടപ്പെട്ടു. മാർക്കിനസ് ടു ഡിബ്രൂണി, കിടിലൊരു ഷോട്ട് ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഹാളൻഡ്, റോഡ്രിഗർ അടിച്ചു വിട്ടിട്ടുണ്ട്. ഗ്രീസ്മാൻ ടു മെസ്സി, വാൻഡിജിക് ഗൈസ്. അവിടെ വാൻഡിജിക് ആണെങ്കിൽ ഇവിടെ റോഡ്രിഗർ ഗൈസ്. അപ്പോൾ എൻ്റെ മോനെ ഒരു കിടിലൻ ചാൻസ് അവർക്ക് ഫസ്റ്റിന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ ഗൈസ് 16-ാം മിനിറ്റിൽ അടിച്ചു. നെറ്റോ പുതിയ പ്ലെയറാണല്ലോ, പെഡ്രോ നെറ്റോ ഗൈസ്. അപ്പോൾ എന്തായാലും കിടിലൊരു ഗോളായിരുന്നു. നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ല. റോഡ്രിഗോ ആണെങ്കിൽ ഫ്രണ്ടിലായി പോയി, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നെയ്മർ അവിടുന്ന് ഒരു ക്ലിയർ നട കയറിയ പോലെ ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കാം. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും തിരിച്ചു വരാം. ഒരു കിടിലൻ ഗോളായിരുന്നു, കിടിലൻ. മെസ്സി ടു ജെറാഡ്, ത്രൂ പാസ് വാൽവർഡെ, മറഡോണ ടു വൈറ്റ് ഗൈസ്. ഓക്കെ മറഡോണ, ഓക്കെ. നല്ലൊരു ചാൻസ്, വൈറ്റ് ഷോട്ട്. എൻ്റെ മോനെ കിടിലൊരു ഷോട്ടായിരുന്നു, അടിക്കാൻ പറ്റിയില്ല ഗൈസ്. നല്ലൊരു അടിപൊളി പാസ്. റോഡ്രിഗർ, ഓക്കെ. ജെറാഡ് ഒരു ത്രൂ പാസ്, വൈറ്റ് അവിടെ ആരുമില്ല. മറഡോണ കിട്ടിയിട്ടുണ്ട്. എടാ സ്കില്ലിറക്കാൻ പോയത് അവിടെ വെറുതെ സ്കില്ലിറക്കണ്ടായിരുന്നു, പണി കിട്ടി. നെയ്മർ ഇനി നമ്മൾ സമ്മതിക്കരുത്. മാർക്കിനസ് വാൽവർഡെ, ഓക്കെ. ത്രൂ പാസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ബെക്കംബർ കിട്ടിയിട്ടുണ്ട്. വാൽവർഡെ ടു വൈറ്റ് ടു മറഡോണ. എടാ ഗോളിയൊക്കെ ഇറങ്ങി വരുന്നുണ്ടല്ലോ, എന്താ കളി. കിട്ടിയിട്ടുണ്ട്. ഓക്കെ. വാൽവർഡെ, വൈറ്റ്, എടാ അത് വേണ്ടായിരുന്നു. ഡിബ്രൂണിയിലേക്ക് ത്രൂ പാസ് പോയി ഗൈസ്. ഹാളൻഡ്, ഓക്കെ. നെയ്മർ, ഓക്കെ. അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കിനസ് ഷോട്ട് അടിച്ചു വിടുന്നു. ഓക്കെ. ഗ്രീസ്മാൻ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഗൈസ് നല്ലൊരു കിടിലൻ ഗൈസ്. അപ്പോൾ എന്തായാലും ഹാളൻഡ് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ഒരു ത്രൂ പാസ്, വാൽവർഡെ, സക്ക ഗൈസ്. അപ്പോൾ എന്തായാലും വീണ്ടും പോയിട്ടുണ്ട്, കാരണം വാൽവർഡേനെ തട്ടിപ്പോയതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഉറപ്പായിട്ട് നമ്മൾ ഹാഫ് ടൈമിന് ശേഷമാണെങ്കിൽ ഒരു ഗോളെങ്കിലും അടിച്ചിരിക്കും. സക്ക ടു നമ്മുടെ ഫസ്റ്റ് അടിക്കുന്ന ആളെ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ആരായിരിക്കും എന്ന്. മെസ്സിയാണോ അല്ലെങ്കിൽ ഇനി വരാൻ പോണ എംബാപ്പെ, റൊണാൾഡോ ആരെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നോക്കാം നമുക്ക് ആരടിക്കുമെന്ന്. മെസ്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രീസ്മാൻ ആണോ നെയ്മർ ആണോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതെന്താ സംഭവം, ചെക്കൻ ഇറങ്ങുന്നില്ല. സക്ക ലാഗാണോ ഗൈസ്? നമ്മൾ നോക്കി നോക്കാം. ഇട്ടിട്ടുണ്ട്. നെയ്മർ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മെസ്സി പാസ്, മെസ്സി ടു മറഡോണ, ഗ്രീസ്മാൻ, ഓക്കെ. ഗുണ്ടേഗൻ ഗൈസ് കിടിലിനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാൻ, വൈറ്റ്
ഗൈസ് എന്തൊക്കെ പറഞ്ഞാലും ഇവരിവിടെ സൈഡിൽ വാൻഡിജിക്കിനെ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് സീനാണ്. റോഡ്രിഗർ, നമുക്ക് റോഡ്രിഗർ ഉണ്ട്, അത് മതി. ഇതെന്തടേ വീഴുന്നേ കിടന്നിട്ട് ഗൈസ് പണിയാ. എടാ ഇതെന്ത് ഗുണ്ടകൾ ഗൈസ്. ഫുൾ മർഡോണ, റോഡ്രി, ഓ ബെക്കംബർ കിട്ടിയിട്ടുണ്ട്. വൈറ്റ്, ഓക്കെ മർഡോണ. എടാ ഇതൊക്കെ എന്ത് ഫൗളൊന്നും അല്ലേ? ചെക്കനൊക്കെ എടുത്ത് വീഴ്ത്തിയിട്ട് ഗൈസ്. ഹാളൻ്റെ എടാ അടുത്ത ചാൻസ് ഓക്കെ കിട്ടിയിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ സാന്റോസ് FC ഇത് എനിക്ക് തോന്നുന്നു ഇത് പണ്ടെങ്ങാണ്ട് വന്നിട്ടുണ്ടെന്നൊരു ഡൗട്ടുണ്ട്. ഷോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഷോട്ട് അവരിട്ടിട്ടുള്ളൂ. ആ ഒരു ഷോട്ട് തന്നെ ഒരു ഗോളാക്കി. അത്യാവശ്യം നോക്കുകയാണെങ്കിൽ ഒപ്പോട്ട് നല്ല കിട്ടിലൻ സ്കോഡ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഗൈസ്, ഒന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും റാഷ്ഫോർഡിനെ ഇവിടെ ഇപ്പോൾ ഇറക്കണം ഗൈസ്. റാഷ്ഫോർഡിനെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇറക്കണ്ട ഗൈസ്. എന്താണെന്നറിയോ, ഫ്ലെക്സിബിൾ ആകുമ്പോൾ എംബാപ്പെ ഇറങ്ങും, അപ്പോൾ നമുക്ക് പണിയാവും. എന്തായാലും നമുക്ക് നോക്കാം. നെയ്മറിനെ ഇറക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഹാഫ് ടൈമിന് ശേഷം എന്തൊക്കെ നടക്കും നോക്കാം ഗൈസ്. മെസ്സി ടു ജെറാഡ്, ബാക്ക് റോഡ്രിഗർ, കോസ്റ്റേട്ട, ഓക്കെ വിൽസേപ്പർ, നെയ്മർ ടു ഗുണ്ടകൻ. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗുണ്ടകൻ. എടാ മെസ്സി, ഓക്കെ മെസ്സി, എൻ്റെ പൊന്നെ ഗൈസ്. അപ്പോൾ എന്തായാലും മെസ്സി ഫസ്റ്റ് തന്നെ ഒരു നല്ല കിടിലൻ ഗോളുമായി എത്തിയിരിക്കുകയായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ ഗോൾ ഞങ്ങൾ ചതിച്ചു. ആരാന്നറിയില്ല. മെസ്സി ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് വീണ്ടും. ഓക്കെ ഗുണ്ടകൻ, അവിടുന്ന് ഒരു ക്രോസ്. എൻ്റെ പൊന്നു മോനെ, അവിടെയൊക്കെ ഒരാളുണ്ടായിരുന്നു, കിടിലിനൊരു ഗോൾ അടിക്കായിരുന്നു, വെറുതെ പോയി. വൈറ്റ് ഒരു ത്രൂ പാസ്, സക്ക ഗൈസ്. നല്ല രണ്ട് ചാൻസുകളാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയെന്ന് പറയാനില്ല, കാരണം അടിച്ചു. ഗോളില്ലാണ്ട് അവർ സേഫായിട്ടുണ്ട് ഗൈസ്. വിൽസേപ്പർ, ഹാളൻ്റെ കിട്ടിയിട്ടുണ്ട്, റോഡ്രിഗർ. ഇനി നമ്മൾ പറഞ്ഞാൽ അടിക്കാൻ സമ്മതിക്കരുത്, ഇനി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണി വാളും. ഓക്കെ മെസ്സി, ഓക്കെ നല്ലൊരു ചാൻസ് ഓട്ടെ. ബെക്കംബർ ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ ഓക്കെ മെസ്സി, വാൽവെർഡെ, സക്ക ടു ഡിബ്രൂണി, ഓക്കെ ജെറാഡ്, പാസ്. എടാ ഈ റോഡ്രി ഗൈസ് കിട്ടിയിട്ട് ഒന്നും കിട്ടിയില്ലേ. എടാ അടുത്തൊരു കിടിലൻ ഷോട്ട് അടിക്കാനുള്ള പരിപാടിയായിരുന്നു. മാർക്കിനസ്, വൈറ്റ്, വാൽവെർഡെ, റോഡ്രി, വിൽസേപ്പർ. ഓഫ് എൻ്റെ പൊന്നെ അമ്മാരത് വൈറ്റ്. എടാ ഷോട്ട് അടിക്കുക. എടാ അടുത്ത ചാൻസ് പണിയാവല്ലേ. എൻ്റെ പൊന്നെ അടിച്ച് ഗൈസ്. അപ്പോൾ എന്താണ് നമുക്കിനി 2 ഗോൾ അടിക്കണം, ഇതാണ് ഒരു മിസ്റ്റേക്ക്. നെയ്മർ അവിടെ കൊടുത്തു. എന്തായാലും കിടിലൊരു ഗോളായിരുന്നു ഗൈസ്, എന്നൊന്നും പറയാനില്ല. അവർ നമ്മളൊരു മിസ്റ്റേക്ക് കാരണം ഗോൾ അടിച്ചു. എന്തായാലും എംബാപ്പെ ഇറങ്ങിയിട്ട് ജെറാഡ്, ഓക്കെ ഒരു കിടിൽ. നമുക്ക് നോക്കാം. ബെക്കംബർ ഇതെന്താ പരിപാടി, ഇവന്മാർ ലാഗായിട്ടുണ്ടോ. ബെക്കംബർ, ഈ ഒരു ചാൻസ് നമുക്ക് നൈസ് ഒരു ഗോൾ കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നെയ്മർ ഒരു ത്രൂ പാസ് കൊടുക്കാം. ഗുണ്ടകൻ, ഓക്കെ ഗോൾ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ 69 മിനിറ്റ് ഗുണ്ടകൻ അടിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലാഗ് ഇഷ്യൂ ആയതുകൊണ്ട് വലിയ ഡിഫൻസും കാര്യങ്ങളൊന്നും വന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഒരു ആശ്വാസം ഗൈസ്. അപ്പം നോക്കാം. ഗോളടിച്ചല്ലോ, ഒരു ഗോൾ അടിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും 2 ഗോൾ അടിച്ച് ഇനി മാച്ച് തിരിച്ചു പിടിക്കണം. നമ്മൾ ഈ മാച്ച് തന്നെ കൊണ്ടുപോകണം. ഹാളൻഡ് ടു ഡിബ്രോണി ടു വിൽസേപ്പർ ഗൈസ്. അടിക്കാം, മാൻഡിജിക്ക് സുഖമായിട്ട് അടിക്കാം. ചെറിയൊരു ലാഗ് എവിടേക്ക് വരുന്നുണ്ട്. ഡിയോഗോ കോസ്റ്റ ഇവന്മാരെ ഗോളി. എംബാപ്പെ ഒരു ത്രൂ പാസ് കൊടുക്കായിരുന്നു. റോഡ്രി ഉണ്ടേങ്ങനെ കിട്ടി. എടാ ഇതൊക്കെ എന്താ അടിച്ചു. ഓക്കെ റോഡ്രിഗർ ടു മാർക്കിനസ്, ഓക്കെ ഒരു ത്രൂ പാസ്. എംബാപ്പെ ബാക്കോട്ട്, മറഡോണ ബാക്കോട്ട്, വൈറ്റ് ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ മറഡോണ, വാൽവെർഡെ, ഷോട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്തായാലും അത്യാവശ്യം നന്നായിട്ട് ഇത് ലാഗൊന്നുമല്ല, അത്യാവശ്യം നൈസ് ഒരു പാസ് കൊടുത്തു. ജസ്റ്റ് ഒരു ഷോട്ട്, വലിയ അധികം ഇത് വന്നില്ല, ഒരു ഷോട്ട് കൊണ്ട് ഗോൾ കയറി. മാൻഡിജിക്കിനെ നമ്മളങ്ങനെ ചെറിയൊന്ന് പറ്റിച്ചു ഗൈസ്. അപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ കിടിലൊരു ഗോളായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഹാഫ് ടൈമിന് ശേഷം മാച്ച് തിരിച്ചു പിടിച്ചു ഗൈസ്. ഓപ്പോണ്ട് പോയിട്ടുണ്ട് എന്തായാലും, അല്ല പോയതല്ല, ഓപ്പോണ്ട് എന്തോ സെറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി 3 സബും കൂടെ ബാക്കിയുണ്ട് ഗൈസ്. ഇനി നമുക്ക് ബെക്കംബറിനെ ഇറക്കാം, അതുപോലെ തന്നെ കേസ്മറുവിനെ ഇറക്കാം, ഹെർണാണ്ടസിനെ ഇറക്കാൻ തോന്നുന്നു ഗൈസ്. കാരണം എന്താ വെച്ചാൽ വേറെ നല്ല ഡിഫൻസ് പൊട്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് അവരെ സെറ്റ് ചെയ്ത് വെക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ജസ്റ്റ് ഫോർമേഷൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കി വെക്കാം നിങ്ങൾ ഏതൊക്കെ ഫോർമേഷനിലാണ് സെറ്റ് ചെയ്യുന്നത്, അതേപോലെ ഏതാ മാനേജറിന് കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് നോക്കാം. ഒപ്പോണ്ട് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ പ്ലസ് തുടങ്ങിയിട്ട് എത്രയായും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. നമുക്കൊന്ന് വെറുതെ നോക്കാം ആരൊക്കെ ഇതൊക്കെയായിന്ന്. ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഗോൾ അടിച്ചവരായിരുന്നു ഗുണ്ടകനായിരുന്നു. നമ്മൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ ആൾക്കാർ അടിച്ചു. രണ്ടാമത് വാൽവെർഡെയും. ഓക്കെ
ഗൈസ്. അപ്പോൾ അവർ ഹാളൻഡിനെ മാറ്റി അവർ എംബാപ്പേനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എംബാപ്പെ മാജിക് ആണോ എന്നറിയില്ല. ഇത് മെസ്സി, അവിടുന്ന് മെസ്സി വരുന്നുണ്ട് ഗൈസ്. എടാ ഇത് പറത്തിക്കാനുള്ള പരിപാടിയാണ് എംബാപ്പെ ഗൈസ്. എടാ ഇത് പണിയാവോ? എടാ എൻ്റെ മോനെ ഗൈസ്. എന്തായാലും അവിടെ സണ്ണുണ്ടായിരുന്നു. ഡിബ്രൂന് ജസ്റ്റ് ഒരു പാസ് കൊടുത്തുള്ളൂ. സണ്ണിന് കിട്ടിയാൽ അത് ഉറപ്പായിട്ടും ഷോട്ട് അടിച്ച് കറക്റ്റ് ഗൈസ്. ഒരു ഇതും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒരു ഷോട്ട് അത് ഗോൾ കയറുന്ന സാധനമായിരുന്നു. പക്ഷേ എന്തായാലും അവിടെ അത്ര ശ്രദ്ധിച്ചുമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു കോർണർ കിക്കാണ് പോയിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഡിബ്രൂണിയാണ് അടിക്കുന്നത്, നമുക്ക് നോക്കാം. അതുകൊണ്ട് റുഡ്രിഗറിനെ സബ് ചെയ്ത് ബെക്കംബർ നമ്മൾ ഇറക്കി. അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വിണ്ടകനെ മാറ്റി കേസ്മറോനെ ഇറക്കി. വേറെ ആരെയും വന്നിട്ടില്ലല്ലോ, ഫ്ലെക്സിബിൾ ഇല്ല. കോസ്റ്റാട്ടെ നമ്മൾ മാറ്റി ഹെർണാണ്ടസ്. ഓഫ് ഇതിപ്പോൾ ഹെർണാണ്ടസാണ് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഞാൻ സെക്കൻഡ് ഹാഫിലാട്ടോ ഇവരെയൊക്കെ ഇറക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട സമയങ്ങളിൽ വൈറ്റ് ടു കേസ്മറോ ടു നെയ്മർ. ഒരു പാസ് കേസ്മറോ. എടാ അതൊരു പണി പറ്റിയ. നെയ്മർ അവിടെ ഫ്രീ ആയിരുന്നു, നമ്മൾ ആരും കണ്ടില്ല. എടാ ഇതാണ് അടിച്ചു, അടുത്ത അടിയിൽ പോകുന്നുണ്ട് വൈറ്റ്. ഓക്കെ ഷോട്ട് പറപ്പിക്കുക തന്നെ. മറഡോണ ടു എംബാപ്പെ. എടാ ഒന്ന് സ്കില്ലൊക്കെ വരുന്നു ഇടയ്ക്കിടയ്ക്ക്. വിൽസേപ്പർ. ഊഫ് എൻ്റെ പൊന്നെ. മാർക്കിനസ്, നെയ്മർ, എംബാപ്പെ. എടാ അവിടെ ഫ്രീ ആയിരുന്നു, ആരുമില്ല. നമ്മൾ അടിച്ചില്ലേ വോയിസ്, അത് പണിയായെന്ന് എനിക്ക് തോന്നുന്നു. മെസ്സി ഇവിടെ നിന്ന് ക്രോസ് പോയി. അപ്പോൾ എന്തായാലും 89 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു ഗോളിൻ്റെ വ്യത്യാസത്തിലേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഒരു ഗോളിൽ അടിച്ച് ഈ മാച്ച് നമ്മൾ തന്നെ കൊണ്ടുപോകും. എനിക്കത് അടിക്കണം, അതുകൊണ്ടാണ് ഞാൻ. ഓക്കെ എടാ ഇതിപ്പോൾ നമ്മളടിക്കോ അവന്മാരടിക്കോ? ജെറാഡ്. ഓക്കെ നെയ്മർ. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എംബാപ്പെ. ഇത് നമുക്ക് ഗോളാക്കണം. ഗോളാക്കി ഉറപ്പായിട്ട് നമ്മൾ മാച്ച് തിരിച്ചു കൊണ്ടുവരും. ഗോളാസോ ഗൈസ്. അപ്പോൾ എന്തായാലും ഈ മാച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എംബാപ്പനെ കൊണ്ട് അടിച്ച് 3-2 ആക്കിയിട്ടുണ്ട്. അതും ഗൈസ് 2 ഗോളാമാർ അടിച്ചിട്ട് നമ്മൾ 3 ഗോൾ അടിച്ചു. ഒരു ഗോൾ പിന്നെ പോട്ടെ ലേഖാന്ന് പറഞ്ഞാൽ. എന്നാലും ഒരടിച്ചതിൻ്റെ ഗൈസ് അടുത്തൊരു ചാൻസ് കിട്ടിയിട്ടില്ല ബെക്കംബർ ഗൈസ്. അപ്പോൾ ഇന്നത്തെ മാച്ച് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ മാച്ച് 3 ജയിച്ചിട്ടുണ്ട്. നെയ്മറാന്ന് തോന്നുന്നു മാൻ ഓഫ് ദ മാച്ച്, പ്ലെയർ ഓഫ് ദ മാച്ച്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ സലിബിൽ ഇത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടിപൊളി മാച്ച് ആയിരുന്നു. ഷോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ 4 ഷോട്ട്, അവർ 4 ഷോട്ട്. അപ്പം നെയ്മർ ഹോമിലും നമ്മുടെ നെയ്മറാന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഓക്കെ നമ്മുടെ നെയ്മർ. വെറൈറ്റി. അപ്പോൾ 2 പേരിലും പ്ലെയർ ഓഫ് ദ മാച്ച് നെയ്മർ തന്നെയാണ്. റേറ്റിംഗ് 7.5 ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ ബൈ.